ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മെഹന്തി സ്റ്റെൻസിലിനെ കുറിച്ചാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ പലവർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഒരുപാട് പേര് മെഹന്തി ഇടാൻ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനാണ് ഞാൻ പറയുന്നത്. ചിലവർക്ക് മെഹന്തി ഇടാൻ അറിയാം, പക്ഷെ സമയം കിട്ടാറില്ല. അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ പാറ്റേൺസ് കട്ട് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ എല്ലാ പാറ്റേൺസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഇനി കൈയൊക്കെ കഴുകി വൃത്തിയായതിനു ശേഷം സ്റ്റിക്കർ ഓരോന്നായിട്ട് ഇളക്കിയതിന് ശേഷം കയ്യിൽ ഒട്ടിച്ചു കൊടുക്കുക. സ്റ്റിക്കർ ഇളക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് വേണം ഇളക്കാൻ. ഇപ്പോൾ നമ്മൾ എല്ലാ സ്റ്റിക്കേഴ്സും ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അടുത്തത് തേർഡ് സ്റ്റെപ്പാണ്. ഈ സ്റ്റിക്കറിൻ്റെ മുകളിലുള്ള ഫിലിം ഇളക്കി മാറ്റണം. ഇതും അതുപോലെ തന്നെ ശ്രദ്ധയോടെ തന്നെ ചെയ്യണം. ഫോർത്ത് സ്റ്റെപ്പ്, ഈ സ്റ്റെൻസിലിൻ്റെ ഉള്ളിൽ കൂടെ മെഹന്തി കൊണ്ട് എല്ലായിടത്തും ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതിന് ബ്രഷോ ബഡ്സോ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മെഹന്തി ഇട്ടതിന് ശേഷം ബഡ്സ് വെച്ചിട്ട് എല്ലായിടത്തും നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. കണ്ടില്ലേ, നല്ല ഫിനിഷിങ് ഇട്ടിട്ടില്ലേ? ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. മെഹന്തി ഉണങ്ങി, ഇനി സ്റ്റിക്കർ റിമൂവ് ചെയ്യാം. സിക്സ്ത് സ്റ്റെപ്പ്, ഇനി കൈ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. ദേ നോക്കിയേ, എനിക്കിഷ്ടമായി, നിങ്ങൾക്കോ? എല്ലാവർക്കും ഈ മെഹന്തി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കും ഇതുപോലത്തെ മെഹന്തി സ്റ്റെൻസിൽ വേണമെങ്കിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.